മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും മന്ത്രിമാരും നടത്തിയ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ഗ്രേഡ് എസ്ഐമാർ. രക്ഷാപ്രവർത്തനം അന്വേഷിക്കുന്ന SITക്ക് മുന്നിലായിരുന്നു കരഞ്ഞുകൊണ്ടുള്ള മൊഴി. SIമാരായ ഗിരീഷും ശ്രീകാന്തുമാണ് ADGP MR അജിത് കുമാറിനെതിരെ മൊഴി നൽകിയത്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും SIമാർ പറഞ്ഞു. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ SIT പ്രത്യേക റിപ്പോർട്ടും സമർപ്പിച്ചു. IPC 308 ചേർത്തതിൽ വിശദീകരണം നൽകി. വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 308 ചേർത്തതെന്ന് SIT വ്യക്തമാക്കി. മെഡിക്കൽ ബോർഡിലെ ഡോക്ടേഴ്സിന് അഭിപ്രായം തേടിയിരുന്നു. ആദ്യ റിപ്പോർട്ട് തിരുത്താൻ ഉന്നത ഇടപെടൽ നടന്നെന്നും റിപ്പോർട്ടിൽ മുൻകൂർ ജാമ്യ ഹർജി കോടതി 10ാമതായി ലിസ്റ്റ് ചെയ്തു. തിരുത്താൻ ആവശ്യപ്പെട്ടത് വയനാട് ദുരന്ത സ്ഥലത്ത് നിന്നാണ്. തിരുത്തിയ റിപ്പോർട്ട് അജിത് കുമാർ നേരിട്ട് പരിശോധിച്ചു. കേസ് എഴുതിത്തള്ളാനുള്ള നടപടി വേഗത്തിലാക്കാൻ ADGP നിർദ്ദേശിച്ചെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. കേസ് ഡയറി തിരുത്താൻ ADGP നേരിട്ടെത്തിയെന്നതടക്കമുള്ള ഗുരുതര വിവരങ്ങളും SIമാരുടെ മൊഴിയിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആദ്യം വിളിപ്പിച്ചത് 2024 ഓഗസ്റ്റ് 5-നാണ്. ആദ്യം തിരുത്തേണ്ട കാര്യങ്ങൾ എഴുതി നൽകി. കോടതിയിൽ റിപ്പോർട്ട് നൽകാത്തതിനാൽ 13-ന് വീണ്ടും വിളിപ്പിച്ചു. 15-ന് വൈകിട്ട് അജിത് കുമാർ ഓഫീസിലെത്തി. തിരുത്തിയ റിപ്പോർട്ട് പരിശോധിച്ച് അംഗീകരിച്ചെന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ SIT പുതിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടതി കഴിഞ്ഞ തവണ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് കൊടുത്തത്. 2023 ഡിസംബറിന് ആലപ്പുഴയിൽ നവകേരള സദസ്സ് ബസ്സിന് കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത്. പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാൻമാർക്ക് വീഴ്ച സംഭവിച്ചെന്ന് SIT സ്ഥിരീകരിച്ചിരുന്നു. പ്രതികളായ ഗൺമാൻമാരെയും മറ്റ് 5 പോലീസുകാരെയും കേസിൽ നിന്ന് പൂർണ്ണമായി രക്ഷിച്ചെടുക്കാൻ വേണ്ടി ചില പ്രധാന രേഖകൾ ഫയലുകളിൽ നിന്ന് മാറ്റുകയും പകരം പുതിയവ കൃത്രിമമായി നിർമ്മിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടെന്നും SIT നേരത്തെ കണ്ടെത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ കീഴുദ്യോഗസ്ഥർ ഒന്നടങ്കം കൂട്ടുനിന്നുവെന്ന ഗുരുതരമായ അവസ്ഥയാണ് ഈ കണ്ടെത്തലിലൂടെ പുറം ലോകം അറിഞ്ഞത്. കൃത്രിമം കാണിച്ച ഈ പുതിയ ഫയലുകളുടെ ഉറവിടം തേടിയാണ് ഇപ്പോൾ പ്രധാനമായും ഈ ചോദ്യം ചെയ്യൽ മുൻ ADGPയുടെ ഓഫീസിലേക്ക് വരെ എത്തി നിൽക്കുന്നതും. അക്രമ സംഭവത്തിന്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങളും അന്നത്തെ ലോക്കൽ അന്വേഷണ സംഘം കോടതിക്കായി രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളും തമ്മിൽ കടുത്ത പൊരുത്തക്കേടുകളുണ്ടെന്നാണ് SIT വിലയിരുത്തിയത്. വീഡിയോകളിൽ ഗൺമാൻമാരുടെ ക്രൂരമായ മർദ്ദനം വ്യക്തമായി കാണാമെങ്കിലും മുൻപ് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകളിൽ ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള രക്ഷാപ്രവർത്തന വാദങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ പൊരുത്തക്കേടുകൾ ബോധ്യപ്പെട്ടതോടെയാണ് രേഖകൾ ചമച്ചതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ SIT തീരുമാനിച്ചത്.